രാജ്യത്ത് പൊതു സ്വീകാര്യനാണ് മോദി എന്നും തെളിയിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പും. ഡൽഹിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഇക്കുറി BJPക്ക് വോട്ട് ചെയ്തു എന്ന് മുഴുവൻ ബുർക്കയണിഞ്ഞ സ്ത്രീകൾ, അതായത് മുഖം വരെ മറച്ച് കണ്ണ് മാത്രം കാണാൻ കഴിയുന്ന സ്ത്രീകൾ മോദിക്ക് ജയ് വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും മോദി വിരുദ്ധമാണ്. എന്നാൽ ഈ ഒരു പൊതുബോധം അറബ് രാജ്യങ്ങളിൽ പോലും ഇല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഇല്ല എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ 10 വർഷം മോദിക്ക് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ നൽകിയ സ്വീകരണവും ആദരവും. UAEയും സൗദി അറേബ്യയും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളെല്ലാം ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ പലതവണയായി മോദിക്ക് കൊടുത്തു. മറ്റൊരു ഇന്ത്യൻ ഭരണാധികാരിക്കും ഇതിനു മുമ്പ് ഈ പുരസ്കാരങ്ങൾ കൊടുത്തിട്ടില്ല. സൗദിയും UAEയും പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ എക്കാലത്തും മോദിയെ ആദരവോടെ കണ്ടു, സ്വീകരിച്ചു. സൗദി അറേബ്യ ഇപ്പോൾ സംഘികളുടെ പിടിയിലാണ് എന്നാണ് ഈ നാട്ടിലിരിക്കുന്ന പല നിലവിളിക്കാരും വിളിക്കുന്നത്. പണ്ട് ഇസ്ലാമിക മൗലികവാദത്തിന്റെ ഒരു അടിത്തറ ഭൂമിക അതായിരുന്നു. അവിടെ ഇരിക്കുന്ന ഒരു സുരക്ഷയിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചില മലയാളികളുടെ വെല്ലുവിളി. എന്നാൽ അവിടെ ഒട്ടും സുരക്ഷിതമല്ല. അവർ ട്രംപ് എന്ന ഇസ്ലാം വിരുദ്ധനെ അവിടേക്ക് വിളിച്ചു വരുത്തി ട്രംപിന്റെ ഗൂഢാലോചനകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന സങ്കടം അവർക്കുണ്ട്. അതുപോലെ തന്നെയാണ് മോദിയുടെ കാര്യം. മോദിയെ സൗദി അറേബ്യ ചേർത്ത് പിടിക്കുന്നു. എന്താവശ്യത്തിനും മോദിയെ സൗദിയുടെ കിരീടാവകാശി വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പതിയെ പതിയെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു.